ഇവിടെ നമുക്ക് ഇന്നലെ ഈ സിനിമ ഹിറ്റടിക്കുന്നു. ഇന്നലെ തന്നെ മമ്മൂക്കാട് പുതിയ സിനിമയുടെ ടീസർ ഇറങ്ങുന്നു. എന്താ മമ്മൂക്ക ഒരു രക്ഷയില്ലാണ്ട് ആ ടീസർ ഇട്ടിട്ട് ഗംഭീരം ഒരു ഗെറ്റപ്പ്. അതേക്കുറിച്ചും കൂടെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം നമുക്ക്. അത് ഒരു രക്ഷയില്ലാത്ത ഗെറ്റപ്പ്. ഫസ്റ്റ് ലുക്ക് ഇറങ്ങിയപ്പോൾ ഇന്നലെ കണ്ടപ്പോഴും അത് തന്നെ പറയാം. നമ്മൾ ഒത്തിരി പ്രതീക്ഷിക്കുന്ന ഒരു അതൊക്കെ എനിക്ക് പേടി. പ്രതീക്ഷയ്ക്ക് ഒത്തുയരണ്ടേ? നമുക്ക് സമയമുണ്ട് അതിനെപ്പറ്റി പറയാം. തീർച്ചയായിട്ടും ജയറാമേട്ടൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ നേരത്തെ പറഞ്ഞൊരു കാര്യം കൂടെ ചോദിക്കുകയാണ്. മമ്മൂക്ക പറഞ്ഞു, വീണ്ടും ജയറാമേട്ടൻ ഉറപ്പിച്ചോളൂ, ഞാനുള്ളത് കൊണ്ട് തന്നെയാണ് മമ്മൂക്കാവെന്ന് അഭിനയിച്ചത്. മമ്മൂക്ക പറഞ്ഞൊരു കാര്യമുണ്ട്, ഫോട്ടോ എടുക്കാമെന്ന കഥ. ആ ഒരു കഥയുണ്ട്, നാം ഒന്ന് ജസ്റ്റ് ആ കഥ ഒന്ന് ഓർത്തെടുക്കും. ഒരു സ്ഥലത്തല്ല, പല സ്ഥലത്തും ആദ്യം ഫോട്ടോ എടുത്ത കഥ. ആദ്യം നമുക്ക് മട്ടാഞ്ചേരി അവിടെ ഫോർട്ട് കൊച്ചിയിൽ താമസിക്കുമ്പോൾ കലാഭവന്റെ പ്രോഗ്രാമിന് അൻസാറുണ്ട്. അൻസാർ ഞങ്ങളുടെ കൂടെ കലാഭവനിൽ. അൻസാറിന്റെ വീട്ടിൽ പോയി അൻസാറിനോട് ഞാൻ പല ദിവസങ്ങളിൽ ചോദിക്കും, ഒരു ഫോട്ടോ എനിക്കത് മാത്രം മതി, കൂടെ എടുക്കണം. അങ്ങനെ അവസാനം അൻസാറിന്റെ വീട്ടിൽ പോയി കിടന്ന് കാലത്ത് നമുക്ക് ഷൂട്ടിങ്ങിന് ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു കാലത്ത് 6:30 മണിക്ക് വീടിന്റെ വാതിൽക്ക് പോയി. അപ്പോൾ കൊണ്ടുപോയി ഇപ്പം കലാഭവനിൽ ഇതാന്ന് പറഞ്ഞിട്ട് അന്ന് ഇറങ്ങുമ്പോൾ ഒരു ഫോട്ടോ എടുത്തു. അതിനുശേഷം രണ്ടാമത് ഫോട്ടോ എടുക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ എങ്ങനെയുണ്ട് ആശാൻ എന്നുള്ള പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് മുമ്പ് വരുന്നു. എൻ്റെ വീട് തൊട്ടടുത്തായിരുന്നു. ആ പഴയ ഫോട്ടോ എടുക്കാൻ വന്ന് കാര്യം ഉറപ്പിച്ചപ്പോൾ അപ്പോൾ ഓർമ്മയുണ്ട്, അൻസാറിൻ്റെ കൂടെ വന്നാണല്ലേ എടുത്ത് ചോദിച്ചു. അങ്ങനെ അവിടെ പോകുന്നു. ഒരുപാടുണ്ട്. അതിപ്പോഴും ഈ ഇവിടെ കഴിഞ്ഞിടയ്ക്ക് കൊല്ലത്ത് കലോത്സവം കാണാൻ പോയി വൈറ്റും ഇട്ടിട്ട് ഒരു ഫോട്ടോ ഭയങ്കര വൈറലായിരുന്നു. അപ്പോൾ ഈ ഒരു ഏജിലും എനിക്കൊന്നല്ല മറ്റൊരു സൂപ്പർ സ്റ്റാറും ഇത്രത്തോളം ഇവന്റ്സ് ഓടി നടന്നു പോയി അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം അതിന്റെ ഒരു എനർജി ഉണ്ടായിരുന്നു. അതന്നെ ഈ ഒരു ഏജിൽ പറഞ്ഞ് ശീലിച്ചു പോയി. ഇതാണ് എനർജി. എൻ്റെ മുമ്പിൽ കാണുന്നത് കൂടെ എൻ്റെ എനർജി. ഭീഷ്മർ ഇറങ്ങിയ ടൈമില് നമുക്ക് അടുത്ത് ചോദിച്ചു, ഈ പടം തിയേറ്ററിൽ ഇളക്കി മറിക്കുമെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് പറഞ്ഞു നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പം ടർബോ തിയേറ്റർ ഇളക്കി മറിക്കും. അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞങ്ങളിപ്പോൾ പറയില്ല. കടുത്ത തീരുമാനത്തിലാണ്. വലിയ ആക്ടേഴ്സിന്റെ റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഒക്കെ പുറത്ത് ബോളിവുഡിലൊക്കെ ഉൾപ്പെടെ നടക്കുമ്പോൾ അവർ പറയുന്നത്, നിങ്ങൾ സൗത്തിലേക്ക് നോക്കുക, അവിടെ നമുക്ക് ചെയ്യുന്ന കഥാപാത്രങ്ങളെ നോക്കുക. അദ്ദേഹം ഒരേ സമയം കാതലും കണ്ണൂർ സ്കോഡ് കണ്ട് ചെയ്യുന്നത്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന അദ്ദേഹമാണ് എന്നതാണ്. ഈ ചുറ്റും എല്ലാവരും ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. വിഷ്ണുപുരത്തിന് ശേഷം രഞ്ജനത്തിന് ശേഷം സംസാരിക്കുന്ന പ്രധാന നടന്റെ തെരഞ്ഞെടുപ്പായി പറയുന്നത് മമ്മൂക്കയാണ്. ഇതൊരു പ്രതീക്ഷാഭാരമായിട്ട് ഓരോ കഥാപാത്രം സമീപിക്കാനായിട്ട് ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് തോന്നാറുണ്ട്. 42 വർഷമായി സിനിമയിൽ പോയി. ഇതൊരു ഭാരമാണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഇറക്കി വയ്ക്കില്ലേ? അങ്ങനെ ഈ ഭാരം ചുമക്കുന്ന സ്വന്തമാണ്. മമ്മൂക്ക നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് പോകാനുണ്ട് ഷൂട്ടിങ്. അദ്ദേഹം തന്നെ കാശ് മുടക്കുന്ന ടർബോ ഷൂട്ടിംഗ് ഉണ്ട്. അപ്പോൾ അതിനെന്തായാലും പോകണം.